Welcome to our classroom. Part 4, chapter name Redemption of Preference Share. Today we will discuss redemption out of profit. Okay. ഈ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വാട്ട് ഈസ് ദാറ്റ്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, റിഡീം ചെയ്യാൻ പൈസ വേണം, റൈറ്റ്? റിഡീം ചെയ്യാന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് തിരിച്ചു കൊടുക്കണം. പൈസ ഇൻവെസ്റ്റ് ചെയ്ത പ്രിഫറൻസ് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്ത മണി കമ്പനി ഹാസ് ടു റീപേ. സോ അതിനുവേണ്ടി കമ്പനി നീഡ്സ് ഫണ്ട് അല്ലെങ്കിൽ മണി. സോ ആ പൈസ, ആ റീഫണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൈസ കമ്പനി എവിടെ നിന്ന് എടുക്കുന്നു? ഫ്രം ഇറ്റ്സ് പ്രോഫിറ്റ്. സോ ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. സോ കമ്പനി പുതിയ ഷെയർ ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല, ബട്ട് ഫണ്ട് എങ്ങനെ റേസ് ചെയ്യും? ഈ റിഡംഷന് വേണ്ടി കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കമ്പനി പൈസ എടുത്തിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് അവരുടെ പൈസ റീപേ ചെയ്യും. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ ഞാനിവിടെ പ്രിഫറൻസ് ഷെയറിന് ഞാൻ ഒന്നും കൂടെ എഴുതുവാണ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ അല്ലേ? റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇയർ കഴിഞ്ഞിട്ട് റീപേ ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയറിനെയാണ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കറിയാൻ പറ്റും, കമ്പനിക്ക് അറിയാൻ പറ്റും ഇത് എത്ര ഇയർ കഴിഞ്ഞിട്ടാണ് ഇത് റീപേ ചെയ്യേണ്ടത്. ബിക്കോസ് അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടാവും 12 ഇയർ റിഡീമബിൾ അല്ലെങ്കിൽ 10 ഇയർ റിഡീമബിൾ എന്നൊക്കെ പറഞ്ഞാൽ 10 ഇയർ എന്ന് പറഞ്ഞാൽ 10 ഇയർ കഴിഞ്ഞിട്ട് ഇത് റിഡീം ചെയ്യണം. സോ കമ്പനിക്ക് അറിയാൻ പറ്റും, ഓൾറെഡി കമ്പനി നോസ് ദാറ്റ് ആഫ്റ്റർ 10 ഇയർ കമ്പനി നീഡ്സ് മണി ടു റീപേ ദിസ് പർട്ടിക്കുലർ പ്രിഫറൻസ് ഷെയർ. ഓക്കെ, അത് ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ ഇവിടെ കമ്പനി പൈസ എടുക്കുന്നത് പ്രോഫിറ്റ് നിന്നാണ്. ഓക്കെ, സോ കമ്പനീൻ്റെ കയ്യിൽ ഇപ്പം കമ്പനീസ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 2010 ഓക്കെ, 2010 2010 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പ്രോഫിറ്റ്, പ്രോഫിറ്റ് അല്ലേ? ഈ കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്താ ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, കമ്പനിക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഡിവിഡൻ്റ് ആയിട്ട് ഉണ്ടാവാം, റൈറ്റ്? പക്ഷെ എല്ലാം അങ്ങനെ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുമോ? ഇല്ല. കുറച്ച് നമ്മൾ എന്ത് ചെയ്യും? കമ്പനിയുടെ ആവശ്യത്തിന് സെറ്റ് അസൈഡ് ചെയ്ത് വെക്കും അല്ലേ? നമ്മൾ അങ്ങനെ തന്നെയല്ലേ? നമ്മളൊരു മാസം കിട്ടുന്ന സാലറിയിൽ നിന്ന് എല്ലാം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യോ? ഇല്ല. വി വിൽ സെറ്റ് അസൈഡ് സം പാർട്സ്. ഓക്കെ, നമ്മൾ നോർമൽ പറയുവാണെങ്കിൽ നമ്മൾ കുറച്ച് പൈസ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന് കൊടുക്കാൻ വെക്കും. നമ്മളെ ഹോസ്പിറ്റൽ, പെട്ടെന്ന് എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ ഹോസ്പിറ്റലിലോട്ട് ചിലർ ലക്ഷറിക്ക് വേണ്ടി കുറച്ച് പൈസ മാറ്റിയേക്കല്ലേ? ഇങ്ങനെ നമ്മൾ കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമ്മളിങ്ങനെ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ കമ്പനി ഓൾസോ വിൽ സെറ്റ് അസൈഡ് അല്ലേ? എല്ലാം ഡിവിഡൻ്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് അങ്ങോട്ട് എന്ത് ചെയ്യില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. കമ്പനി കുറച്ച് പൈസ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കും. ഈ കമ്പനി സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്നതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഓരോ പർപ്പസും അതിന് ഓരോരോ പേരും ഉണ്ട്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ജനറൽ റിസർവ് ആയിട്ട് വെക്കാം. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാൻ വേണ്ടിയുള്ള റിസർവ്, ജനറൽ റിസർവ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ആയിട്ട് വെക്കാം. സോ ഇതിന് ഓരോ പേരുണ്ട് എന്നാണ് പറഞ്ഞത്. പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്നത് കമ്പനി ഇൻ ഡിഫറെൻറ്റ് റിസർവ്സ് ആയിട്ടാണ്. സോ ഇതിനൊക്കെ നമുക്ക് ഓരോരോ പേരുണ്ട്. ഈ പേരൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല. ബട്ട് കമ്പനി ഇങ്ങനെയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് മാത്രമൊന്നുമല്ല, ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് ഉണ്ട്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഉണ്ട്, വർക്ക്മാൻ ആക്സിഡൻറ്റ് ഫണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഉണ്ട്. സോ അങ്ങനെ പല രീതിയിലുള്ള മീൻസ് റിസർവ്സ് കമ്പനിയുടെ കയ്യിലുണ്ട്. ഈ റിസർവ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഒരു രീതിയിൽ പറഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റ് തന്നെ, ബട്ട് ആ വർഷം യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് സെറ്റ് അസൈഡ്. അത് നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ റിഡീം ചെയ്യാന്ന് പറയുമ്പം ആ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് എടുത്തിട്ട് റിഡീം ചെയ്യാന്നല്ല അതിൻ്റെ മീനിങ്. ഓക്കെ, കറണ്ട് ഇയറിലെ പ്രോഫിറ്റാണ് ഞാൻ എഴുതിയിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സർപ്ലസ്. കറണ്ട് ഇയറിൽ നമുക്ക് റിഡീം ചെയ്യാൻ ആവശ്യമായ പൈസ നമ്മുടെ ആ വർഷത്തെ പ്രോഫിറ്റിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് റിഡീം ചെയ്യാം. ഇനി അതില്ലെങ്കിൽ നമുക്ക് ജനറൽ റിസർവ്ന്ന് പൈസ എടുക്കാം. അതുമില്ലെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്ന്ന് പൈസ എടുക്കാം. അതുമില്ലെങ്കിൽ ഇതിൽ നിന്നെടുക്കാം, അങ്ങനെ കുറച്ച്
കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഏതിൽ നിന്ന് വേണ്ടിക്കലും എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പറ്റും. ബട്ട് എപ്പോഴും ആദ്യത്തെ 2 ഇവർ 2 പേരായിരിക്കണം. ക്വസ്റ്റ്യനിൽ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഈ വർഷത്തെ സർപ്ലസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതിൽ നിന്ന് എമൗണ്ട് എടുക്കണം റിഡീം ചെയ്യാൻ. ഇതിൽ പൈസ തികയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ എന്തിലോട്ട് പോവുള്ളൂ, ജനറൽ റിസർവ്. പിന്നെ മാത്രമേ അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഈ 2 മാത്രമേ ഉണ്ടാവുള്ളൂ എക്സാമിന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇല്ലെങ്കിൽ മാത്രമേ നെക്സ്റ്റ് റിസർവ്സിൽ നിന്ന് നമ്മൾ ഫണ്ട് എടുക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി കമ്പനിയുടെ കയ്യിൽ കുറേ ടൈപ്പ് ഓഫ് റിസർവ് ഉണ്ടാവും. എല്ലാ റിസർവിന്നും കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പൈസ എടുക്കാൻ പറ്റില്ല. ഓക്കെ, എല്ലാ റിസർവിന്നും കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പൈസ എടുക്കാൻ പറ്റില്ല. സോ അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ ക്വസ്റ്റ്യനിൽ പല റിസർവ്സ് ഉണ്ടാവും, ബട്ട് എല്ലാ റിസർവും നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. സോ അതിനു വേണ്ടി നമ്മൾ ഈ പ്രോഫിറ്റിനെ 2 രീതിയിൽ നമ്മൾ തിരിക്കുന്നുണ്ട്. വൺ ഇസ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഓക്കെ, ഡിവിസിബിൾ പ്രോഫിറ്റും and the another is capital profit. പ്രോഫിറ്റിനെ കമ്പനി 2 രീതിയിൽ തിരിക്കും. ഡിവിസിബിൾ പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇയർ എൻഡിൽ ഡിവിഡൻഡ് കൊടുക്കും. നിർബന്ധമൊന്നുമില്ല, ബട്ട് ഡിവിഡൻഡ് കൊടുക്കും. സോ ആ ഡിവിഡൻഡ് പേ ചെയ്യാൻ ഉള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ കമ്പനിക്ക് പ്രധാനമായി വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും പ്രോഫിറ്റ് എടുത്ത് ബാക്കി വരുന്ന പ്രോഫിറ്റാണ് ആക്ച്വലി ഡിവിസിബിൾ പ്രോഫിറ്റ്. സോ ഇതൊക്കെ നിങ്ങൾ മേ ബി വലിയ ക്ലാസ്സിലെത്തുമ്പം ഇതിൻ്റെ ബൈഫർക്കേഷനൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് പഠിക്കും. ബട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് മാത്രമേ ആവശ്യമുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലാംഗ്വേജിൽ എക്സ്പ്ലനേഷൻ പോകുന്നത്. ഓക്കെ, സോ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പേ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ്. ഓക്കെ, ഇത് ഫൈനൽ അക്കൗണ്ട്സിലും വരുന്നുണ്ട്. ആൻഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ കയ്യിലുള്ള ഈ 3 ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ആണ്. ഇത് നമുക്ക് എന്തിനിങ്ങനെ തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. സോ അങ്ങനെയുള്ളൊരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ്സ് ആണ് ഈ ഒരു സാധനം. സോ ഇങ്ങനെ വരുന്ന ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് എടുത്തിട്ട് കമ്പനിക്ക് ഒരിക്കലും പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഏത് പ്രോഫിറ്റ് മാത്രമേ എടുക്കാൻ പറ്റും? ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ നമുക്കറിയണം ഏതൊക്കെ എടുക്കാം, ഏതൊക്കെ നമുക്ക് റിഡീം ചെയ്യാൻ എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ ഞാൻ മുകളിൽ എഴുതിയിരിക്കുന്നതൊക്കെ ഡിവിസിബിൾ പ്രോഫിറ്റ്സ് ആണ്. സോ ഈ റിസർവ്സ് ഒക്കെ നമുക്ക് എടുത്തിട്ട് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്ക്രീൻഷോട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. സോ അതിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്സിൽ വരുന്നത്. ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കുക. ഇത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ അല്ലെ വർക്ക്മാൻ ആക്സിഡൻറ്റ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇതിലെടുക്കാൻ പറ്റും. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്. ബട്ട് ഓർമ്മിക്കണം, ഫസ്റ്റ് നമ്മൾ P&L അക്കൗണ്ട് എടുക്കും. അതിൽ എമൗണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ജനറൽ റിസർവ്, പിന്നെ വരുന്ന റിസർവ്. ഓക്കെ, ഇനി ക്യാപിറ്റൽ റിസർവ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഒരു കാരണവശാലും റിഡീം ചെയ്യാൻ എടുക്കാൻ പറ്റാത്ത ഫണ്ടുകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വൺ ഇസ് ക്യാപിറ്റൽ റിസർവ്, പിന്നെ നമ്മുടെ സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, നമ്മുടെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്, പിന്നെയോ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണിത്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. നിങ്ങൾക്കത് പഠിക്കേണ്ട. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR, ദെൻ പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, പിന്നെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്, ഇൻവെസ്റ്റ്മെൻറ്റ് അലവൻസ് റിസർവ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ ഈ പേരുകൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബൈ ഹാർട്ടൊന്നും ചെയ്യേണ്ട, ഓർമ്മയിൽ വെക്കണം. ഓക്കെ, മെയിൻലി ചോദിക്കുന്നത് ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും ക്വസ്റ്റ്യനിൽ. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയണം ക്യാപിറ്റൽ റിസർവ്. ഈ ഭാഗത്താണെങ്കിൽ ഇത് 2, പിന്നെ ഡിവിഡൻഡ് ഈക്വലൈസേഷൻ, വർക്ക്മാൻ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് മേ ബി ഉണ്ടായേക്കാം.
സോ ഏതൊക്കെ പ്രോഫിറ്റ് എടുത്തിട്ട് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ പറ്റുമെന്നാണ് ഞാനിപ്പം പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് റിഡംഷനിലോട്ട് പോവാം. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. റിഡംഷൻ്റെ എൻട്രി ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. റിഡംഷന് ബേസിക്കായിട്ട് 2 എൻട്രി, പ്രീമിയം വരുവാണെങ്കിൽ 3 എൻട്രി, അത് ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സോ റിഡംഷൻ്റെ കേസിൽ എൻട്രിക്ക് ഒരു മാറ്റവും ഇല്ല, സെയിം എൻട്രിയാണ്, സെയിം പ്രൊസീജിയർ, ഒരു മാറ്റവും ഇല്ല. പിന്നെ എന്ത് മാറ്റമാണെന്ന് ചോദിച്ചാൽ ആ റിഡംഷൻ്റെ നമ്മൾ പഠിച്ച എൻട്രി എഴുതുന്നതിനേക്കാൾ മുന്നേ നമ്മൾ വേറൊരു എൻട്രിയും കൂടെ ഇവിടെ എഴുതണം. ആ എൻട്രിയാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ പ്രോഫിറ്റ് എവിടെ നിന്നൊക്കെ എടുക്കാം? P&L അക്കൗണ്ടിൻ്റെ സർപ്ലസ് ഉണ്ടെങ്കിൽ അവിടുന്ന് എടുക്കാം. അത് തികയുന്നില്ലെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം ജനറൽ റിസർവ്. ഓക്കെ, ഇനിയും വേണമെങ്കിൽ അടുത്ത റിസർവ്സ് എടുക്കാം. ഓൺലി ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ച റിസർവ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഓക്കെ, 2, പുതിയൊരു അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്യും. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, ഇത് നമ്മൾ അങ്ങോട്ട് പഠിക്കാനുണ്ട്, ബട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, CRR എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താ ചെയ്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലാബിലിറ്റി സൈഡിൽ ഇതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ ഞാൻ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ അത്രയും ഫണ്ട് മാറ്റി വെച്ചു. ജനറൽ റിസർവിന് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജനറൽ റിസർവിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓൾ റിസർവ് ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. സോ ആ ക്രെഡിറ്റിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഐ ആം സെറ്റിംഗ് അസൈഡ് ഫണ്ട് ഫ്രം ദാറ്റ്. ഓക്കെ, സോ ഇത് രണ്ടും ഞാൻ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എങ്ങോട്ടാണ് ഇതിനെ ട്രാൻസ്ഫർ ചെയ്തത്? ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ ആണ്. പിന്നെയോ നിങ്ങളുടെ റിഡംഷൻ്റെ എൻട്രി എന്താ? പ്രീമിയം ഉണ്ടെങ്കിൽ അത്, പ്രീമിയം ഇല്ലാത്ത എൻട്രി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതാം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഇസ് ട്രാൻസ്ഫർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട്. പിന്നെയോ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് പേ ചെയ്യുന്ന എൻട്രി. ഓക്കെ, ഇഫ് പ്രീമിയം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ എൻട്രി വരും, ഇവിടെ പ്രീമിയം വരും. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് യുവർ എൻട്രി, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഒരു എൻട്രി കൂടുതൽ വരും. ഓക്കെ, സോ റിഡംഷൻ ആവശ്യമായ ഫണ്ട് എവിടത്തോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ ആണ്. ഓക്കെ, ഇനി പ്രീമിയത്തിനാണെങ്കിൽ എൻട്രി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇതിലൊരു മാറ്റവും ഇല്ല. ഇവിടെ പ്രീമിയത്തിൻ്റെ ആ എൻട്രി, വാട്ട് വാസ് ദാറ്റ് എൻട്രി? സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. പിന്നെ ഇവിടെയും പ്രീമിയം വരും. എനിവേ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദിസ് ഈസ് യുവർ എക്സാമ്പിൾ നമ്പർ 5. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഷെയർ ക്യാപിറ്റൽ തന്നിരിക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയറും ഉണ്ട്, പ്രിഫറൻസ് ഷെയറും ഉണ്ട്. ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്, ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, P&L അക്കൗണ്ടിൽ സർപ്ലസ് ബാലൻസ് തന്നിട്ടുണ്ട്. കമ്പനി exercises its option to redeem the preference share on 1st January 2020. Give journal entries to record the redemption. ഓക്കെ, നമുക്കിവിടെ ഡേറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. സോ ഡേറ്റിന് അങ്ങനെ ബോദർ ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമുക്കിത് ചെയ്തു നോക്കാം. ഓക്കെ, ആദ്യം എത്രയാണ് റിഡീം ചെയ്യുന്നതെന്ന് എനിക്കറിയണം. സോ റിഡീം ചെയ്യുന്ന ഇക്വിറ്റി ഷെയർ എടുത്തു പോകരുത്. നമ്മൾ റിഡീം ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ആണ്. സോ മാറി പോകരുത്. സോ പേര് നല്ലോണം നോക്കുക. 8% പ്രിഫറൻസ് ഷെയർ, 8% എന്ന് പറയുന്നത് ഡിവിഡൻറ്റിൻ്റെ റേറ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്കത് ആവശ്യം ഇല്ല. ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മളത് പഠിക്കും. ഓക്കെ, സോ 10,000 പ്രിഫറൻസ് ഷെയർ ഓഫ് ₹10 ഈച്ച്. അപ്പം 1,00,000 നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണെന്നൊന്നും പറയുന്നില്ല. സോ ഇതാണ് നമ്മുടെ റിഡീം ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ, എങ്ങനെയാണ് റിഡീം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ഇവിടെ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതെന്നൊന്നും പറഞ്ഞില്ല. പ്ലസ് നമ്മളെ കയ്യിൽ കുറേ റിസർവ്സ് ഒക്കെ തന്നുകൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്തു പ്രോഫിറ്റ് എന്നാണ് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. ഏത് പ്രോഫിറ്റ്? ഒരു ഓർഡർ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആദ്യം P&L അക്കൗണ്ട് സർപ്ലസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? ക്വസ്റ്റ്യനിൽ ഉണ്ട്. എത്രയുണ്ട്?
85,000 ഉണ്ട്. തികയോ? ഇല്ല. നമുക്ക് എത്ര വേണം? 1 lakh വേണം. അപ്പോൾ ഇനിയും വേണം 15,000. ഓക്കെ, സോ ദിസ് 15,000 വി ഹാവ് ടു ടേക്ക് ഫ്രം. പിന്നെ അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. വൺ ഇസ് ക്യാപിറ്റൽ റിസർവ് ആൻഡ് വൺ ഇസ് ജനറൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഇത് നമ്മൾ റിഡീം ചെയ്യാൻ ഒരിക്കലും എടുക്കാൻ പാടില്ല. സോ ക്യാപിറ്റൽ റിസർവ് നമുക്ക് ആവശ്യമില്ല. സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ജനറൽ റിസർവ്. ജനറൽ റിസർവിന് എത്ര പൈസയുണ്ട്? ജനറൽ റിസർവിൽ 30. നമുക്ക് 30,000 വേണോ? വേണ്ട. നമുക്ക് എത്രയേ വേണ്ടൂ? 15,000 വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 lakh കിട്ടി. സോ എങ്ങനെയൊക്കെ എടുത്ത് P&L അക്കൗണ്ടിൽ നിന്ന് ജനറൽ റിസർവ്. സോ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, ഫസ്റ്റ് എൻട്രി P&L അക്കൗണ്ട് സർപ്ലസ്, ജനറൽ റിസർവ് 85,000, 15,000 to which account? Capital Redemption Reserve. ഫുൾ എഴുതിയേക്കണേ, CRR എന്നൊന്ന് എഴുതി വെച്ചേക്കല്ലേ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എന്താ ഇത് ചെയ്തത്? ട്രാൻസ്ഫർ ഓഫ് ദി എമൗണ്ട് ഈക്വൽ ടു ദി റിഡംഷൻ അല്ലേ. റിഡംഷൻ ഫ്രം P&L അക്കൗണ്ട് ആൻഡ് ജനറൽ റിസർവ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, നരേഷൻ എഴുതുക. റിഡംഷൻ ആവശ്യമായ ഫണ്ട് P&L അക്കൗണ്ടിൽ നിന്നും ജനറൽ റിസർവിൽ നിന്നും നമ്മൾ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇസ് റിഡംഷൻ എൻട്രി. നമ്മൾ സെയിം അറിയുന്ന തന്നെ, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ സീ ദ സ്ക്രീൻഷോട്ട്. കാണാൻ പറ്റുന്നില്ലേ? സോ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ആ 2 എൻട്രി തന്നെ എഴുതണം. ഓക്കെ, വെരി സിമ്പിളാണ്. ബട്ട് ഓർമ്മിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എടുക്കാൻ പറ്റുന്ന റിസർവ് ഏത്, എടുക്കാൻ പറ്റാത്ത റിസർവ് ഏതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നൗ യുവർ this one example number 6. Okay.